പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ 4 മണിയായിട്ടുണ്ട്. ചായ കുടിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. കഴിക്കാനായിട്ട് സമോസ ഉണ്ട്. അതാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇന്നിപ്പോ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയുടെ ബാക്കിയാണ്. അത് ഇടാന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നു. പിന്നെ കുറച്ച് തിരക്കായിരുന്നു. പിന്നെ അതിനുശേഷം വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതെ. അപ്പോ പിന്നെ ഇന്നലെ ആണെങ്കിൽ വീഡിയോ ഇട്ടിട്ടേ ഇല്ല. ഇന്നലെ വളരെ തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുമായി ബന്ധപ്പെട്ടല്ല, അല്ലാതെ മറ്റു തിരക്കായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളെന്തായാലും ഈ ഒരു സംഭവം, അതായത് ഞങ്ങൾ എങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ 100 അല്ലെങ്കിൽ 120, 130, $150 വെച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങളുടെ 3 ലക്ഷം രൂപ കടം വീട്ടിയത് എന്നാണ്. അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഫേസ്ബുക്ക് വരുമാനമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് വരുമാനം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ സത്യത്തിൽ കടം വീട്ടിയത്. വീട്ടിൽ ജീവിക്കാൻ ഒരു 10,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് തട്ടിമുട്ടി പോവാം. വീട്ടിലെ ചിലവുകൾ, അതായത് വാടക, വീട്ടിലെ ചിലവുകൾ അത്യാവശ്യം ജീവിച്ചു പോവാം. അപ്പോൾ അതെങ്ങനെയാണ് ഞങ്ങൾക്കത് കിട്ടിയതെന്ന് ഞാൻ പറയാൻ പോണത്. സത്യത്തിൽ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഫേസ്ബുക്ക് തുടങ്ങിയത് അല്ലേ. സത്യത്തിൽ അറിയില്ലായിരുന്നു. അതായത് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് നല്ലൊരു വരുമാന മാർഗമാണ് എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. യൂട്യൂബ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവായിരുന്നു. യൂട്യൂബിൽ നിന്നും ഞങ്ങൾ കുറെ കടം വീട്ടിയിട്ടില്ലെന്നൊന്നും പറയില്ല. ഇല്ലെന്നല്ല, പക്ഷെ കാരണം അന്ന് എനിക്ക് ഞാൻ സ്വിഗ്ഗിയിലും ജോലി ചെയ്തിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇങ്ങനെ യൂട്യൂബ് മാത്രമായിട്ട് പോയിരുന്നത്. പക്ഷെ എന്നാലും അത്ര വരുമാനം നമുക്ക് അത് കിട്ടിയിട്ടുണ്ടായില്ല. കാരണം എല്ലാ മാസവും പോലും ഒരു മാസം കംപ്ലീറ്റ് $100 കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോൾ 2-3 മാസം കൂടുമ്പോഴേക്കായിരുന്നു $100. എന്നാൽ പിന്നെ ഫേസ്ബുക്കിനെ കുറിച്ച് നമ്മളിങ്ങനെ അറിയണത്, അത് വൈഫാണ് പറഞ്ഞത്. ഇതാ ഇന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കുറെ പോസ്റ്റുകൾ മാത്രമായിട്ട് ഇടുന്നുണ്ടല്ലോ, നമുക്ക് ഇട്ട് നോക്കാമല്ലോ. ഓക്കെ ശരി എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പോസ്റ്റുകൾ ഇട്ട് തുടങ്ങി. ഇന്നും നമ്മുടെ വീഡിയോസിന് വലിയ $ഒന്നുമില്ല. വീഡിയോസ് ഇട്ട് പണം ഉണ്ടാക്കുന്ന ആ ഒരു രീതി അങ്ങ് തകർത്ത് കളഞ്ഞേക്കാണ് ഇപ്പൊ ഫേസ്ബുക്ക്. ഇപ്പൊ വന്നിട്ട് പോസ്റ്റുകൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് എത്ര നാളും ഇങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. അത് പ്രത്യേകിച്ച് ബോണസ് പ്രോഗ്രാം. ഈ പിന്നെ ബോണസ് പ്രോഗ്രാമിന് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്കറിയില്ല. എന്തായാലും അതൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. കാരണം നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ഫോളോവേഴ്സ് കയറി വന്നിരുന്നു. പെട്ടെന്ന് തന്നെ 10,000 ഫോളോവേഴ്സായി. പെട്ടെന്ന് 10,000 ഫോളോവേഴ്സ് വന്നു. പിന്നെ അതിന് അത്യാവശ്യം വ്യൂവേഴ്സൊക്കെ നമുക്ക് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് നമ്മളിങ്ങനെ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊന്നും പോസ്റ്റുകൾക്കൊക്കെ നമുക്ക് ആദ്യമൊക്കെ 100 പേര്, 150 പേര്, 250 പേരൊക്കെ ആയിരുന്നു. പിന്നെ അത് 1000 പേരായി. പിന്നെയും ഇങ്ങനെ ഇട്ടിട്ട് വന്നപ്പോൾ അത് 5000 പേരായി. പിന്നെ 10,000 പേരായി, 1 ലക്ഷമായി, 10 ലക്ഷമായി, 13 ലക്ഷം. ഇത് 1.3 മില്യൺ, 1.5 മില്യൺ ഒക്കെ നമ്മുടെ ഓരോ പോസ്റ്റുകൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് ഒരു പോസ്റ്റിൽ അത്യാവശ്യം $ഒക്കെ കിട്ടി തുടങ്ങിയത്. അങ്ങനെ ഒരു മാസം നമുക്ക് ഒരു 10 പോസ്റ്റ്, 15 പോസ്റ്റൊക്കെ ഒന്ന് വൈറലായി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു വരുമാനം, അതായത് എന്താ പറയുക, നമുക്ക് കടങ്ങൾ എല്ലാ മാസം വീട്ടാവുന്ന ഒരു വരുമാനം നമുക്ക്, അതായത് ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒരു 3-4 ഇരട്ടിയൊക്കെ നമുക്ക് കിട്ടും. സാധാരണ ഞങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതിൻ്റെ ഒരു 2-3 ഇരട്ടി എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ഈ ബോണസ് പ്രോഗ്രാമിൽ മാത്രം വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അതൊക്കെ എപ്പോൾ വേണമെങ്കിലും നിന്ന് പോവാം. അപ്പം എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ, അതായത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർ മിക്കവരും ഈ ബോണസ് പ്രോഗ്രാമിനെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. ഇപ്പോൾ മിക്കവരും ഫോട്ടോസ് ഇടും. ഫോട്ടോസ് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യും. അതായത് ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ഒക്കെ ചെയ്യും. അത് നന്നായിട്ട് കമന്റ്സും ഷെയറും ലൈക്കും ഒക്കെ വരും. അതിനും അത്യാവശ്യം എമൗണ്ട് കിട്ടുന്നുണ്ട്. വീഡിയോസ് പോസ്റ്റ് മറ്റേ വായനാശീലം ഉള്ളവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആ ഒരു പോസ്റ്റ് ആയിരിക്കും. കാരണം പോസ്റ്റ് ഞാൻ പല ചാനലുകളുടെയും പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. നന്നായി എഴുതാൻ അറിയാവുന്നവർ, ഇപ്പോൾ എസ്സേകളൊക്കെ എഴുതി പഠിച്ചവരും അല്ലെങ്കിൽ കഥകളൊക്കെ എഴുതാൻ അറിയുന്നവരൊക്കെ പോസ്റ്റ് ഇട്ടതിന് അടിപൊളിയായിരിക്കും. നമ്മൾ ഇരുന്ന് വായിച്ചു പോകും. അങ്ങനത്തെ ഇഷ്ടം, അതായത് ഭയങ്കര ഫുൾ ലെങ്ത്
ഇഷ്ടം പോലെ, അതായത് ഒരു പെട്ടെന്ന് സ്ക്രോൾ ചെയ്താൽ തീരാത്ത പോസ്റ്റുകളുള്ള പല പേജുകളുണ്ട്. എന്നാൽ പക്ഷെ അത് വൈറലായി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടും. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ചാനലിലെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ, ഫേസ്ബുക്ക് പേജിൽ, എടപ്പറമ്പിൽ ഫാംസിൻ്റെ ആ പേജിൽ ഈ പോസ്റ്റുകളൊന്ന് വൈറലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ലോണുകൾ പെട്ടെന്ന് തീർക്കാൻ കാരണം. പിന്നെ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇച്ചിരി സങ്കടത്തിലേക്കായിരുന്നു. അതിന് കാരണമുണ്ട്. ആ കാരണം പറയാമോ? ഓക്കെ. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇപ്പം ഞങ്ങളുടെ അമ്മയെപ്പോലെ, സത്യം പ്രസവിച്ചില്ല എന്നുള്ളൂ, പക്ഷേ അമ്മയെപ്പോലെയുള്ള ഒരു ആൻറ്റി കഴിഞ്ഞ ദിവസം എന്താ പറയുക, ഡിസംബർ 31-ാം തീയതി രാത്രി പള്ളിയിൽ പോയതാണ്. അപ്പോൾ ഇവിടെ ആലുവയിൽ പള്ളിയിൽ പോയതാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് വന്നൊരു കാർ ഇടിച്ചു. ആ കാർ നിർത്താണ്ട് പോയി. അങ്കിളുണ്ടായിരുന്നു. അങ്കിള് കുറച്ച് അത്യാവശ്യം പരിക്ക് പറ്റി. എന്നാൽ ആൻറ്റി അവിടെ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾ ആ സമയത്ത് ട്രാവലിങ്ങിലായിരുന്നു. അതായത് അല്ല, ഈ 31-ാം തീയതി സംഭവം പറയുമ്പോൾ ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ ഈ 30-ാം തീയതി മുതൽ ഞങ്ങൾ തിരക്കായിരുന്നു, ഫുൾ തിരക്കായിരുന്നു. അപ്പം കുറച്ച് ദിവസം എനിക്ക് തോന്നുന്നു 1-ാം തീയതി വൈകിട്ട് അല്ലേ, 1-ാം തീയതി വൈകിട്ട് ഞങ്ങൾ ഒരിടത്ത് പോയിട്ട് വന്ന് ഒരു 8 മണിയായപ്പോൾ, വൈകിട്ടല്ല 8 മണിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അപ്പോഴാണ് ഇങ്ങനെ കുറേ മെസ്സേജുകൾ വന്നിരിക്കുന്നു. നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ വാട്സപ്പ് നോക്കാനോ ഫോൺ ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആരുടെയൊക്കെയാണ് കോൾ വന്നേക്കണേ, ആരുടെയൊക്കെയാണ് മെസ്സേജ് വന്നേക്കണേ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പള്ളിയിലുള്ള പാസ്റ്ററുടെ ഒരു മെസ്സേജിന് വന്നേക്കാണ്. ഇങ്ങനെ 31-ാം തീയതി ഇങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതപ്പോൾ അതിവിടെ ആദ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പറ്റില്ല എന്ന് കണ്ടപ്പോൾ രാജഗിരി എന്ന് തോന്നുന്നു, രാജഗിരി കൊണ്ടുപോയി. പക്ഷേ അങ്കിള് രക്ഷപ്പെട്ടു. അങ്കിൾക്ക് കുറച്ച് ഓപ്പറേഷൻ ഉണ്ട്. ആളിങ്ങനെ കിടന്ന കിടപ്പാണ്, അങ്ങനെ ഫുള്ളായിട്ട് കിടക്കണം, അല്ലാതെ എഴുന്നേക്കാനൊന്നും വയ്യ. പിന്നെ ആൻറ്റി മരണപ്പെടുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ആൻറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ആൻറ്റിയുടെ പേര് ഷേർലി എന്നാണ്. എൻ്റെ അപ്പൻ്റെ പെങ്ങള്, അല്ലെങ്കിൽ എൻ്റെ അമ്മയെപ്പോലെ തന്നെ കണ്ട ഒരു സ്ത്രീയാണത്. പ്രത്യേകിച്ച് അവരൊരു നണ്ണായിരുന്നു, ഒരു കന്യാസ്ത്രീയായിരുന്നു അവർ. പ്രത്യേകിച്ച് ടീച്ചറായിരുന്നു. പക്ഷേ എന്താ പറയുക, നിർഭാഗ്യവശാൽ നമുക്കിപ്പോൾ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നവരെ ചിലപ്പോൾ നഷ്ടപ്പെടാം. അന്നേരം നമുക്കുണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ. പ്രത്യേകിച്ച് ഞാൻ എന്താവശ്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടം വരുമ്പോഴൊക്കെ ഇപ്പം ഞാനും വൈഫും കൂടി ആ വീട്ടിലോട്ട് പോകുമായിരുന്നു. അതിക്ക് നമ്മളവിടെ ചെല്ലും. അവിടെ അമ്മച്ചിയുണ്ട്, അതായത് ഷേർലി ആൻറ്റിയുടെ അമ്മച്ചിയുണ്ട്. ഒരു 95-96 വയസ്സ് കാണും, അത്രയ്ക്ക് പ്രായമുള്ള അമ്മച്ചിയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊന്ന് സംസാരിച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് ക്ലിയർ ആവും. കാരണം ഇപ്പം ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പും ഞാൻ സിവിൽ സർവീസിൻ്റെ കോച്ചിങ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് 2013 അമ്മ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. മീൻസ് ഞാൻ പിന്നെ ജോലിക്ക് പോവാം, അതായത് PG കഴിഞ്ഞു, ഞാൻ എന്നാൽ ജോലിക്ക് പോവാം. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഉള്ള വകുപ്പില്ല. അപ്പോൾ ഈ ആൻറ്റി എടുത്ത വഴിക്ക് ഒന്നും പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യാം, എല്ലാ മാസവും 2500 വെച്ച് ഞാൻ മോൻ്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാം, ധൈര്യമായിട്ട് പോയി പഠിച്ചോളാം. എനിക്ക് 8 മാസത്തെ കോഴ്സായിരുന്നു, എന്നാൽ എനിക്ക് 12 മാസം എനിക്ക് കിട്ടും. പിന്നെ അത് മാത്രമല്ല, എന്നെ അല്ലാതെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സഹായിക്കുക എന്നുള്ളത് മറ്റൊരു വശം. എന്നാൽ നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അമ്മ ഇപ്പം നമ്മുടെ അടുത്ത് മോനെ എന്ന് വിളിക്കുന്ന അതേ ഭാവത്തിൽ തന്നെ, പിന്നെ എന്താ പറയുക, അത്രയ്ക്ക് സ്നേഹമായിരുന്നു നമ്മള്. യെസ്, അതെ, ഇത്രയ്ക്ക് സോഫ്റ്റായ ഒരു സ്ത്രീനെ ഞാൻ കണ്ടിട്ടില്ല. സത്യത്തിൽ ഒരു സ്ത്രീ ഇത്രയ്ക്ക് സോഫ്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ആർക്കും ഒരു ഉപദ്രവം ഏൽപ്പിക്കാത്ത, ആരോടും ഒരിക്കൽ പോലും ദേഷ്യപ്പെടാൻ കണ്ടിട്ടില്ല. അതായത് ഇപ്പം കൂടെ ഉണ്ടായിരുന്ന അങ്കിൾ എന്ന് പറയുന്നത് ആങ്ങളെയാണ്. അപ്പം ഈ അങ്കിളിൻ്റെ അടുത്ത് പോലും ദേഷ്യപ്പെടാൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റായ ദേഷ്യം. അങ്ങനത്തെ ആരോടും ഒരു തരത്തിലുള്ള
പ്രശ്നങ്ങളോ വഴക്കോ ഒന്നും ഉണ്ടാക്കാത്ത ഒരു പഞ്ചപാവം. അപ്പം ഞങ്ങളിങ്ങനെ 8 മണിക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് ബിരിയാണി എന്ന് തോന്നുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മെസ്സേജ് കേൾക്കണേ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും ഇല്ലാത്ത അവസ്ഥയായി. ഞങ്ങൾ അപ്പം തന്നെ വേഗം എങ്ങനെയൊക്കെയോ കഴിച്ചു വെച്ചു. കൊച്ചിനെയും ഞാൻ സിനോബിയും കൂടി വേഗം നേരെ വീട്ടിൽ വന്നു. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. ഒട്ടനെ അവിടെ ഡ്രസ് ചേഞ്ച് ചെയ്തെന്നു അല്ലേ. ഡ്രസ് ചേഞ്ച് ചെയ്തു വേഗം ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് ചെന്നു. വീട്ടിലോട്ട് ചെന്നപ്പോൾ എന്താ പറയുക, ഡെഡ് ബോഡി മോർച്ചറിയിലെന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സിൽവിയങ്കളെ അങ്കിളിനെ കൊണ്ടുപോകും. എനിക്ക് 7-8 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഈ സിൽവിയങ്കളിനെ കാണുന്നതാണ്. ആ ഒരു കുറച്ച് നാൾക്ക് ശേഷം ഈ ആൻറ്റീനെ കാണുന്നതാണ്. എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം. എൻ്റെ അമ്മ മരിക്കുമ്പോഴും ആ മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന നിസ്സാര ആളുകളിൽ ഒരാളാണ് ഈ ഷേർലി ആൻറ്റി. അത്രയ്ക്ക് അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി വന്നിരുന്ന ഒരു ആൻറ്റി. അവരാണ് ഒറ്റയടിക്ക് ഇല്ലാണ്ടായത്. എന്തായാലും ജീവിതത്തിൽ ഇങ്ങനെ ഓരോരുത്തരും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളിലോട്ട് വന്ന് ചാടണം. അതായത് മാനസികമായിട്ടുള്ള നമുക്കത് കരകയറാൻ പറ്റാത്ത, ഇന്ന് വൈഫിൻ്റെ മുഖം കാണുന്നില്ലേ ആകെ. ഇതിപ്പോൾ ഞാനും നമ്മൾ ചിരിക്കുന്നുള്ളൂ. കാരണം ഇപ്പം ഞാനും ഇങ്ങനെ വന്ന് ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കണമെന്നുണ്ടാലും, പക്ഷെ എന്തായാലും അത് ഇങ്ങനെ ഒരു സങ്കടം കൂടി ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇത് ഭയങ്കരമായ സങ്കടമാണ്. എൻ്റെ അമ്മ മരിക്കുന്നത് പോലെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്താ പറയുക, പഴയ കാലമൊക്കെ ഓർത്തുപോയി. ആൻറ്റി പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ഇങ്ങനെ ഉള്ളിലൂടെ കടന്നുപോയി. അറിയാതെ കണ്ണികൾ വെള്ളം പോകുന്നുപോയി. ആണുങ്ങളങ്ങനെ കരയില്ല, പക്ഷെ അങ്ങനെ വാവിട്ട് കരയില്ലെന്നുള്ളൂ. പക്ഷെ നമ്മൾ മനുഷ്യനാണല്ലോ. കാരണം അമ്മയെപ്പോലെ ഒരു സ്ത്രീ, അവർ അത്രയ്ക്കും സ്നേഹമുള്ളൊരു സ്ത്രീ, അവരൊറ്റടിക്ക്, അതായത് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് വരെ ജീവനോടെ ഭൂമിപ്പുറത്ത് നടന്ന ആളാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര, അതായത് പിന്നെ അവരെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഈ ഭൂമിയിലെ അവരെ പറിച്ചു കളഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഇങ്ങനെ വിശേഷങ്ങൾ. അപ്പം ഇതിപ്പോ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി. അപ്പം എന്തായാലും ഞങ്ങളിത് 2 വീഡിയോ ആയിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ച, പക്ഷെ പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അടുത്ത വീഡിയോ കാണാം.